അതിൽ പങ്കെടുത്ത പെൺകുട്ടികളിൽ മഹാഭൂരിപക്ഷവും തട്ടമിട്ടവരായിരുന്നു. അടുത്ത 10-15 വർഷം കഴിഞ്ഞാൽ ഏത് നരേന്ദ്രമോദിയോ യോഗി ആദിത്യനാഥോ അമിത്ഷായോ ഇന്ത്യ ഭരിച്ചാലും ഇന്ത്യയുടെ ഭരണയന്ത്രം കൈയാളാൻ പോകുന്നത് സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പക്കലായിരിക്കും. ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുനിൽ വാടയ, അയാളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ദിവസം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അയാളെ മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല. ഞാൻ 2 ദിവസം മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ ഇയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിടയിൽ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. എല്ലാ മതക്കാരെയും ഒരുപോലെ കാണുകയും എല്ലാവരോടും ഒരേ മനോഭാവത്തിൽ ഇടപെടുകയും എല്ലാവരോടും സ്നേഹസമ്പന്നമായി പെരുമാറുകയും പക്വതയോടുകൂടി സംസാരിക്കുകയും എല്ലാ മനുഷ്യരുടെയും മതവിശ്വാസങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ എല്ലാവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ചില വ്യക്തികൾ. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ കടുത്ത വർഗീയത ഉറഞ്ഞുകൂടിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. അത്തരത്തിലൊരാളാണ് സുനിൽ വാടയ. അയാളുടെ 2 വർഗീയ പ്രസംഗങ്ങൾ, അത് മാത്രം മതി ഇയാൾ എത്രത്തോളം അപകടകാരിയാണെന്നും മനുഷ്യ സമുദായത്തിന് ഇയാളെപ്പോലുള്ളവർ എത്രത്തോളം ദോഷകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതും 2 കാലഘട്ടങ്ങളിൽ അയാൾ നടത്തിയ വർഗീയ പ്രസംഗങ്ങളാണ്. നമുക്കാദ്യം അയാളുടെ ആ പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങളൊന്ന് കേട്ടുനോക്കാം. നേരത്തെ ഇവിടെ പറഞ്ഞു അധികാരം പിടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഒരു കൊച്ചു കഥ പറയാം. കഥയല്ല സംഭവം. 6-7 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് കലൂരുള്ള AJ ഹാൾ എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട്. എറണാകുളം നഗരത്തിലെ പ്രമുഖമായ ഓഡിറ്റോറിയങ്ങളിലൊന്നാണ്. അവിടെ സിവിൽ സർവീസിന്റെ ഒരു കോച്ചിങ് ക്ലാസ് നടത്തുന്നു. മലയാള മനോരമ ദിനപത്രമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പ്രമുഖനായിരുന്ന, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, ഒരു മുതിർന്ന IAS ഓഫീസറാണ്. അദ്ദേഹം എന്റെ സുഹൃത്താണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ആ പരിപാടിക്ക് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് നമുക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഈ പരിപാടി തുടങ്ങുമ്പോൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ആ ഫംഗ്ഷന് ഞാൻ പോയിരുന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞു. അദ്ദേഹം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഉച്ചയ്ക്ക് നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ആ മുതിർന്ന IAS ഓഫീസർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആ പ്രോഗ്രാം കണ്ടായിരുന്നോ? അപ്പൊ ഞാൻ നിഷ്കളങ്കമായി, എനിക്ക് അത്ര ഇന്നത്തെ മനസ്സെനിക്ക് അങ്ങനില്ല, ഞാൻ പറഞ്ഞു നിഷ്കളങ്കമായി പറഞ്ഞു, ശ്രദ്ധിച്ചു, നല്ല പരിപാടിയായിരുന്നു. അല്ല, അതിന്റെ ഒരു ക്രൗഡിനെ ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചു. പെൺകുട്ടികളാണല്ലോ കൂടുതലും. അതല്ല, വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, അതിൽ പങ്കെടുത്ത പെൺകുട്ടികളിൽ മഹാഭൂരിപക്ഷവും തട്ടമിട്ടവരായിരുന്നു. പങ്കെടുത്ത ആളുകളുടെ പാർട്ടിസിപ്പൻസിന്റെ ലിസ്റ്റ് നോക്കിയപ്പോൾ അതിൽ മഹാഭൂരിപക്ഷവും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. സംഗതി മനസ്സിലായോ? അതായത് ഒരു പാകിസ്ഥാനും വേണ്ട, ഒരു ജനസംഖ്യാ ഭൂരിപക്ഷവും വേണ്ട, അടുത്ത 10-15 വർഷം കഴിഞ്ഞാൽ ഏത് നരേന്ദ്രമോദിയോ യോഗി ആദിത്യനാഥോ അമിത്ഷായോ ഇന്ത്യ ഭരിച്ചാലും ഇന്ത്യയുടെ ഭരണയന്ത്രം കൈയാളാൻ പോകുന്നത് സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പക്കലായിരിക്കും. അതിനുവേണ്ടി വളരെ ബോധപൂർവം നമ്മുടെ രാജ്യത്ത് ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ട് ഈ മുതിർന്ന IAS ഓഫീസർ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പള്ളികളിൽ, ഇത് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ ആ മുതിർന്ന IAS ഓഫീസർ ആരാണെന്ന് ചിലർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും, എങ്കിലും ഞാൻ പേര് പറയില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പള്ളികളിൽ KCYM-നോടൊക്കെ പറഞ്ഞ് സിവിൽ സർവീസിന്റെ കോച്ചിങ് ക്ലാസുകൾ ആരംഭിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ സുകുമാരൻ നായരോടും ആ വെള്ളാപ്പള്ളിയോടും ഒക്കെ പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങൾ അവിടെ ഒന്ന് ചെയ്യാൻ പറയണം. കേട്ടില്ലേ സുനിൽ എന്താണ് പറഞ്ഞതെന്ന്? ഒരു 10-15 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ, ഇന്ത്യ മഹാരാജ്യം, അത് മോദി ഭരിച്ചാലും അമിത്ഷാ ഭരിച്ചാലും യോഗി ആദിത്യനാഥ് ഭരിച്ചാലും ഇനി അതിനേക്കാൾ വലിയ ആളുകൾ ഉണ്ടെങ്കിൽ ആരൊക്കെ വന്ന് ഭരിച്ചാലും ആ ഭരണത്തിന്റെ, ആ സർക്കാരിന്റെ ഭരണസിരാ കേന്ദ്രങ്ങൾ, അവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട മേഖലകളും കൈകാര്യം ചെയ്യുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേക മതവിഭാഗക്കാരായിരിക്കും. കാരണം അത്രത്തോളം വലിയ തള്ളിക്കയറ്റമാണ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് ഈ പറയപ്പെട്ട ഒരു പ്രത്യേക വിഭാഗം, ഒരു പ്രത്യേക മതസമുദായത്തിലെ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു പച്ച വർഗീയതയാണ് ഇവൻ പറയുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ സിവിൽ സർവീസ് മേഖല എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അപ്രാപ്യമായ ഒന്നാണ്. അവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ ക്രൈസ്തവരായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് അവിടെ പ്രവേശനം വിലക്കിയിരിക്കുകയാണോ? എന്താണ് ഇവൻ പറഞ്ഞു വെക്കുന്നത്? ഈ നാട്ടിൽ നിലവിൽ തന്നെ എത്രയോ മുസ്ലിങ്ങൾ, വളരെ കുറവാണെങ്കിലും പല മേഖലകളിൽ സിവിൽ സർവീസ് പാസ്സായവർ പല മേഖലകളിൽ തൊഴിലെടുക്കുന്നുണ്ട്.
അവരെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ടോ? പിന്നെന്തിനാണ് മുസ്ലിങ്ങളെ മാത്രം ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത്? മുസ്ലിങ്ങളെ മാത്രം എന്തിനാണ് ഏത് സമയത്തും അടച്ചാക്ഷേപിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ഭരണം ആര് നടത്തിയാലും ഭരണത്തിന്റെ തലപ്പത്ത് വരുന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെയാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ അവർ തൽപരരാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. ഭരണയന്ത്രങ്ങൾ തിരിക്കുന്നത് അത് അശ്വതി ആണെങ്കിലും സുഹറയാണെങ്കിലും ജാൻസി ആണെങ്കിലും ആരാണെങ്കിലും അവരുടെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അവരവരുടെ പണി എടുക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. എന്തിനാണ് സുനിലെ അവരുടെ മതം തിരയുന്നത്? എന്തിനാണ് സുഹിലെ അവരുടെ സാമുദായിക പശ്ചാത്തലം തിരയുന്നത്? ഇത്രത്തോളം വർഗീയത പ്രസംഗിക്കാൻ, ഇത്രത്തോളം വിഭാഗീയത പ്രസംഗിക്കാൻ, ഇത്രത്തോളം വിദ്വേഷം പരാമർശിക്കാൻ, ഇത്രത്തോളം അപരമത വിദ്വേഷം ഛർദ്ദിച്ചു വെക്കാൻ നിനക്ക് എങ്ങനെയാണ് സുനിലെ ധൈര്യം വന്നത്? എവിടുന്നാണ് നിനക്ക് അതിനുള്ള ആംബിയർ കിട്ടിയത്? ഇതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇവന്റെ ഈ പ്രസംഗം, നമ്മളിപ്പോ കേട്ട ഈ പ്രസംഗം ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെങ്കിൽ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ മറ്റൊരു പരാമർശമുണ്ട്. അതും നിങ്ങൾ കേൾക്കേണ്ടതാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ എത്രത്തോളം അപകടകാരിയാണെന്ന്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണ്, മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരായിട്ട് കാട്ടാം. പക്ഷേ നമ്മൾ ആർക്കും മുസ്ലിം സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ സിഖുകാരെ നമ്മളാരും മാറ്റി നിർത്തും. നമുക്ക് ഇവരെല്ലാം സുഹൃത്തുക്കളുണ്ടല്ലോ. നമ്മൾ അവരോട് സഹവർത്തിക്കുന്നവരാണ്, അവരുടെ കൂടെ സഞ്ചരിക്കുന്നവരാണ്, അവരുടെ കൂടെ ആഹാരം കഴിക്കുന്നവരാണ്, അവരുടെ കൂടെ ഉറങ്ങുന്നവരാണ്, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നവരാണ് ഒക്കെയാണ്. പക്ഷേ അവർ നമ്മളെ പോലെയല്ല. അവർ ഈ മുസ്ലിങ്ങളെ കുറിച്ച് പൊതുവെ പറയുന്നൊരു കാര്യമാണ്, അവരെല്ലാം ഡിഫറൻ്റ് ആണെന്ന് കാണിക്കും. അപ്പുറത്ത് വരുന്ന ആരാ നമ്മൾ സംശയത്തോടെ നോക്കുകയാണ്. അവരാണോ, മുസ്ലിമാണോ, ബുദ്ധിമുട്ടായി നമുക്ക് എന്ന ഒരു മനോഭാവം ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഉണ്ടാവുന്നു. എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അവൻ്റെ എക്സ്പീരിയൻസ് ആണ് അല്ലേ, മറ്റു സ്ഥലങ്ങളിൽ അനുഭവങ്ങളാണ് അല്ലേ, അനുഭവങ്ങളാണ്. എനിക്ക് വലിയ സങ്കടമാണ്. എനിക്ക് ഇക്ര ചൗധരി എന്ന് പറയുന്ന ഈ മുസ്ലിം ഡോക്ടറോട് എനിക്ക് സഹാനുഭൂതിയേ ഉള്ളൂ. കാരണം അവർ പണം കൊടുത്തൊരു വീട് വാങ്ങി, പക്ഷേ അവരെ അവിശ്വസിക്കുന്നു. അതാണ് കാര്യം. എന്തുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളെ മറ്റു സമുദായക്കാർ അവിശ്വാസത്തോടെ കാണുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അതിനെ നിങ്ങൾ ഇസ്ലാമോഫോബിയ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഇത് സത്യമാണ്. അവിടെ ഇവരെയൊക്കെ ചേർത്ത് നിർത്തി നമ്മൾ പണ്ടത്തെ പോലെ 10-25 വർഷത്തെ പോലെ നമ്മുടെ ജമാലും ജമീലയും അവരുമൊക്കെ ആയിട്ട് സഹവസിച്ച് കഴിയാനാണ് നമുക്കിപ്പോഴും ഇഷ്ടം. ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിനും ക്രൈസ്തവ സമുദായത്തിനും മുസ്ലിം സമൂഹത്തെ സംശയമാണ്. അവരെ അവിശ്വാസത്തോടു കൂടി നോക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ അവിശ്വാസത്തോടു കൂടി നോക്കുന്നു? എങ്ങനെ ഇത് സംഭവിച്ചു എന്നാണ് സുനില് വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവം ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് ഇതുവരെയും ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം. എന്റെ അയൽവാസിയും എന്റെ സുഹൃത്തുക്കളും എന്റെ വീടിന്റെ ചുറ്റുഭാഗത്തൊക്കെയുള്ള ധാരാളം ഹൈന്ദവരും ക്രൈസ്തവരുമായിട്ടുള്ള ജനങ്ങളുണ്ട്. അവരിൽ നിന്നൊന്നും ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അവർക്കിടയിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്നവരാണ്, അവർ ഞങ്ങൾക്കിടയിലും ജീവിക്കുന്നവരാണ്. ഞങ്ങൾ തമ്മിൽ പരസ്പരം ശത്രുതയില്ല, പരസ്പരം സംശയത്തിന്റെ കണിക പോലുമില്ല. ഞങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ ഇല്ല. പക്ഷേ സുനിലിന് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ അത് സുനിലിന്റെ കയ്യിലിരിപ്പാണ്, അല്ലെങ്കിൽ സുനിലിനെ പോലെ ചിന്തിക്കുന്നവരുടെ കയ്യിലിരിപ്പാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളെ ക്രൈസ്തവരും ഹിന്ദുക്കളും സംശയത്തോടു കൂടി നോക്കുന്നു, അല്ലെങ്കിൽ അവിശ്വാസത്തോടു കൂടി നോക്കുന്നു എന്നുള്ളത് സുനിലിന്റെ മാത്രം കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ സുനിലിന്റെ സംഘടനയുടെ കാഴ്ചപ്പാടാണ്, സുനിലിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടാണ്. സുനിലിനെ നയിക്കുന്ന മതവർഗീയതയുടെയും അപരമത വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഫലമായിട്ടുണ്ടാകുന്ന കാഴ്ചപ്പാടുകളും സംശയങ്ങളും വാക്കുകളുമാണ്. അല്ലാതെ അതിനൊന്നും ഇവിടെ ഒരു വിലയുമില്ല എന്ന് സുനിൽ പ്രത്യേകം മനസ്സിലാക്കുക. എന്തടിസ്ഥാനത്തിലാണ് സുനിൽ നട്ടാൽ കുരുക്കാത്ത നുണ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ട് ഒരു മീഡിയയിലിരുന്ന് എന്തും പറയാനൊരു ധൈര്യം സുനിലിന് എങ്ങനെയാണ് കിട്ടിയത്? സുനിലിന്റെ പാർട്ടിയും സുനിലിനെ പിന്തുണയ്ക്കുന്ന ആളുകളും രാജ്യം ഭരിക്കുന്നത് കൊണ്ട് ഒരു മതവിഭാഗത്തിനെതിരെ വായിൽ തോന്നിയതൊക്കെ കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ വിളിച്ചു പറയാമെന്ന് സുനിലിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് കൂടി സുനിൽ ആലോചിക്കേണ്ടതുണ്ട്. സിവിൽ സർവീസിന്റെ ക്ലാസ്സുകളിലും മറ്റും മുസ്ലിം പെൺകുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ നീ നിന്റെ കുരു പൊട്ടിക്കേണ്ട ആവശ്യമില്ല സുനിലെ. അവർ പഠിക്കാൻ വന്നവരാണെന്ന് മാത്രം നീ കരുതിയാൽ മതി. അവരും ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. നിനക്കൊരു മകളുണ്ടെങ്കിൽ നിന്റെ മകൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ എന്ത് അവകാശമുണ്ടോ അതേ അവകാശം ഒട്ടും കുറയാതെ തന്നെ ഉള്ളവരാണ് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലുള്ള പെൺകുട്ടികളും. അത് നീ മനസ്സിലാക്കിയാൽ മതി. വർഗീയത എന്ന് പറയുന്നത് മറ്റൊരാളെ മതത്തിന്റെ പേരിൽ വേർതിരിച്ചു കാണുകയും അവർക്കിടയിൽ വെറുപ്പുണ്ടാക്കുകയും അവരെ മറ്റൊരു രീതിയിൽ മാറ്റി നിർത്തിക്കൊണ്ട് അടിച്ചമർത്താമെന്നുള്ള മനോഭാവം വെച്ച് പുലർത്തുന്നതിനെയാണ് സുനിലെ
പച്ചയായ വർഗീയത എന്ന് പറയുന്നത്. ആ വർഗീയതയാണ് കുറെ കാലമായി സുനിൽ ഈ വേദികളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വന്നിരുന്ന് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മുസ്ലിം സമുദായം ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗത്തിന്റെ ഒരു അംശം പോലും സുനിലിന്റെ പാർട്ടിയോ സുനിലിന്റെ പ്രസ്ഥാനമോ സുനിലിനെ നയിക്കുന്ന പ്രത്യശാസ്ത്രത്തിന്റെ അനുയായികളോ അതിന്റെ സ്ഥാപകരോ ചെയ്തിട്ടില്ല എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അത് വസ്തുതയാണ്. അത് അംഗീകരിക്കാൻ സുനിലിന് കഴിയാതെ പോകുന്നത്. സുനിലിനെ നയിക്കുന്നത് കടുത്ത വർഗീയതയാണ്, മതവർഗീയതയാണ്, അപരമത വിദ്വേഷമാണ്, മുസ്ലിങ്ങളോടുള്ള വെറുപ്പാണ്. എന്നിട്ട് വളരെ സൗമ്യമായി, വളരെ ശാന്തമായി, വളരെ സ്നേഹസമ്പന്നമായി സുനിൽ പറയുന്നു, ഞങ്ങൾക്ക് ജമാലും ജമീലയും റഹ്മത്തും തൗഫീഖും റസാഖും അബ്ദുറഹ്മാനും ഇങ്ങനെ എല്ലാ മുസ്ലിം സഹോദരങ്ങളുമായി നമുക്ക് സ്നേഹത്തിലും സൗഹൃദത്തിലും ശാന്തമായ അന്തരീക്ഷത്തിലും എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടുകൂടി തന്നെ ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെയാണ് സുനിലെ നീ മുമ്പും പ്രസംഗിച്ചത്. ഇവിടുത്തെ സിവിൽ സർവീസിലേക്ക് മുസ്ലിങ്ങൾ കൂടുതലായി കടന്നു വരുന്നു, അതൊരു അജണ്ടയുടെ ഭാഗമാണ്, അതൊരു പ്രത്യേകമായ മതവർഗീയതയുടെ ഭാഗമാണ് എന്ന് അതേ നാവ് കൊണ്ട് തന്നെയല്ലേ നീ പ്രസംഗിച്ചത്? അതേ നാവ് കൊണ്ട് തന്നെയല്ലേ നീ പറഞ്ഞത്? ഇരുമത വിഭാഗങ്ങൾക്കിടയിൽ വിഭാഗ്യത ഉണ്ടാക്കാൻ, വർഗീയത ഉണ്ടാക്കാൻ, സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ എത്രയോ കാലങ്ങളായി സുനിലെ നിങ്ങൾ പണിയെടുക്കുന്നു. ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ? ശരിക്കും പറഞ്ഞാൽ സിവിൽ സർവീസിനെ കുറിച്ച് ഈ സുനിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് രാഹുൽ ഈശ്വറിന്റെ ഒരു വാക്കാണ്. രാഹുൽ ഈശ്വർ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയി പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ തീവ്ര ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഒരു അപരനെ സൃഷ്ടിക്കുക എന്നുള്ളത്. ഈ അപരനെ സൃഷ്ടിക്കൽ, ഒരു കൃത്രിമ, ഒരു സാങ്കല്പിക ശത്രുവിനെ സൃഷ്ടിക്കുക എന്നുള്ള തന്ത്രം എല്ലാ കാലത്തും ഇവിടുത്തെ സംഘപരിവാർ തീവ്ര ഹിന്ദുത്വവാദികൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണ്. അതിന് എല്ലാ കാലവും പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തെ പോലുള്ളവരുടെയും ഓരോ പ്രസംഗങ്ങളിൽ നിന്നും ഓരോ പരാമർശങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ബൈ.